എല്ലാവർക്കും നമസ്കാരം. ഞാൻ തുളസി മനോജ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. അതോടൊപ്പം DMA പട്ടേൽ നഗർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കുക്കറി ഷോയിൽ ഞാനും പങ്കാളിയാകുന്നു. ആഗ്രഹിക്കുന്നത് ഗാജർ ഹൽവയാണ്. അതിനോടൊപ്പം തന്നെ ഇതിനോട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര, അതിനോട് ചേർന്നത് ഗീ, ഒരു കപ്പ് പാല്, പിന്നെ ഇവിടെ ഇതിൻ്റെ ബദാമിൻ്റെ പൊടിച്ച പാർട്സ്, ഇത് ക്രഷ് ചെയ്തിട്ടുള്ള ഇത് പീസുകൾ, പിന്നെ കാഷ്യൂവിൻ്റെ അതുപോലെ ക്രഷ് ചെയ്തതായിട്ടുള്ളത് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചട്ടിയിൽ ഓൺ ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഗീ ഇടുക. ചൂടായതിന് ശേഷം ഗീ നമുക്ക് 2-3 സ്പൂൺ വെച്ചിട്ടുള്ള ഗീ ഇട്ടിട്ടാൽ മതി. ഗീ ചൂടായതിന് ശേഷം ഇവിടെ നമ്മൾ ഗാജർ ക്രഷ് ചെയ്ത് വെച്ചിട്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. മുഴുവനായിട്ട് ഇതിനെ ഇളക്കിക്കൊണ്ട് കുറച്ച് സമയം ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഇത് കുറച്ച് സമയം ഇതിനെ കവർ ചെയ്ത് വെക്കണം. ഇതിൻ്റെ വെള്ളം വെച്ചാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിന് ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിനെ കവർ ചെയ്ത് വെക്കുക. കുറച്ച് അതൊരു 20 to 5 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കണം. ഇൻ ബിറ്റ്വീനിൽ 1-2 പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് വെള്ളം ഏകദേശം കുറേയൊക്കെ പറ്റിയിരിക്കുന്നു. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് മിക്സ് ആയതിനു ശേഷം അതിനെ കുറച്ചു നേരം ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെ കവർ ചെയ്ത് വയ്ക്കണം. പക്ഷെ പാലിനകത്ത് അത് മുഴുവനും മിക്സായി അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടും ഒരു വിധമായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് പാലിങ്ങനെ പറ്റിക്കണം. അതിനെ അപ്പം അതിനോടൊപ്പം ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. ശേഷമാണ് പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ കെട്ടിക്കൊണ്ടിരിക്കുവാണ്. വറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പഞ്ചസാര ഏകദേശം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഒത്തിരി മധുരവുമില്ല, എന്നാൽ ഒട്ടും കുറവുമില്ല. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം പിള്ളേർക്ക് കാണുമ്പോഴേക്കും ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഇടുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്.